ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഉത്രാടപ്പാച്ചിലിനിടയ്ക്കാണ്. അപ്പം രാവിലെ നമ്മൾ നാരങ്ങക്കറിയും മാങ്ങാക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ രീതിയിൽ എങ്ങനെ നാരങ്ങക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നാരങ്ങ ഇവിടെ കടുകപ്പുളി നാരങ്ങ എന്ന് പറയും. അപ്പം അമ്മൂമ്മയാണ് നമ്മുടെ അച്ചാറിടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അമ്മൂമ്മ നല്ല ഊർജ്ജസ്വലയായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുവാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് കുരുവും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 2 നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സദ്യയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ചെറിയൊരു വെള്ളം പോലത്തെ നാരങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അധികം ദിവസമൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ചീത്തയാകും. കാരണം വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നതായതുകൊണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ള നാരങ്ങ കൊണ്ട് വേറെ എന്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി വേറെ മാറ്റി അച്ചാറിടാമെന്ന് വെച്ചു. അപ്പോൾ 2 സെറ്റായിട്ടാണ് നാരങ്ങക്കറി വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് തിളപ്പിച്ചാറിച്ച വെള്ളമാണ്. ആ വെള്ളത്തിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി. ഇപ്പം നമ്മളിവിടെ ഒരു ബൗളിനകത്തുള്ള എന്ന് വെച്ചാൽ 2 നാരങ്ങയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അതിനാവശ്യമുള്ള ഇത് എരിവില്ലാത്ത മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തേക്കുന്നതാണ്. കാശ്മീരി ചില്ലിയും അല്ലാത്ത എരിവുള്ള മുളകും. പിന്നെ അതിനകത്തിലോട്ട് നമ്മൾ കായപ്പൊടിയും കൂടി ഇടും. അപ്പം ഇതിനകത്ത് കായപ്പൊടിയുണ്ട്, തിളപ്പിച്ചാറിച്ച വെള്ളമുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, എരിവുള്ളതും എരിവില്ലാത്തതുമായിട്ടുള്ള മുളക് പൊടി. എന്നിട്ട് നമ്മളിതൊന്ന് തിളയ്ക്കും. അടുപ്പ് വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ തിള വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയും പച്ചമുളകും ചേർത്തിട്ടുള്ള ആ കൂട്ടെടുത്ത് നമ്മൾ ഇതിനുള്ളിലോട്ടിടും. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യും. തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും അതിനൊന്ന് വേവണം. നമ്മൾ ഈ നാരങ്ങ വേവിച്ചതല്ല, വാട്ടിയതുമല്ല, നമ്മൾ പച്ചക്കരിഞ്ഞാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ രീതിയിലൊരു വ്യത്യസ്തമായിട്ടൊരു നാരങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സദ്യയ്ക്ക് മാത്രം, ഓണ ദിവസത്തെ സദ്യയ്ക്ക് ഇങ്ങനെ തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചൂടായിട്ടൊന്ന് തിളയ്ക്കണം. എന്ന് വെച്ചാൽ ആ കഷ്ണത്തിൻ്റെ ആ തൊലി ഭാഗത്തിനൊന്ന് ആവി കൊള്ളണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളയ്ക്കാൻ വെക്കുന്നത്. ഒന്ന് തിളച്ചതിന് ശേഷം ഇപ്പോൾ തിള വരുന്നുണ്ട്. തിള വരുന്ന സമയത്ത് നമ്മളിതൊന്ന് വാങ്ങി വെച്ചതിന് ശേഷം നമ്മളിവിടെ കടു താളിക്കണം. കടു താളിക്കുന്നതിന് നമുക്കൊരു ട്വിസ്റ്റുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കറിവേപ്പില, വറ്റൽമുളക്, ചുമന്നുള്ളി, 2 ചുമന്നുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കുന്നത്. സാധാരണ അച്ചാറുകൾക്ക് നല്ലെണ്ണയിലാണ്, പക്ഷേ ഓണത്തിന് ഉണ്ടാക്കുന്ന അച്ചാറിന് വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. അതും ഞങ്ങൾ ഉള്ളി ഇടാറുണ്ട്. 2 ഉള്ളി, 2-3 ഉള്ളിക്കുള്ളി ഇടേണ്ട ആവശ്യമില്ല. ചുമന്ന ഉള്ളിയാണ്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയിട്ട് നല്ല ഈ ഒരു ചുമന്ന പരുവത്തിലാവുമ്പോഴത്തേക്ക് നമ്മൾ ഈ തിളപ്പിച്ച് ഇരിക്കുന്ന നാരങ്ങക്കറിയിലോട്ട് ഇതൊഴിക്കും. അപ്പോൾ നമ്മുടെ സദ്യയുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അച്ചാറും കൂടെ ഉണ്ട്. അപ്പോൾ മാങ്ങ അച്ചാറാണ്. മാങ്ങക്കറി നമ്മൾ ഓൾറെഡി അതിനകത്ത് ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് കടുക് വറുത്ത് ഇടുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടുക് ഇട്ടു. അത് നമ്മൾ കറിവേപ്പില ചേർക്കത്തില്ല. കാരണം കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ കുറേ നാളിരിക്കത്തില്ല. ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് ഇച്ചിരി കട്ടിയായിട്ടുള്ള കറി തന്നെയാണ്. ഇത് നന്നായിട്ട് കടുക് താളിച്ചതിന് ശേഷം നമ്മുടെ മാങ്ങയിലോട്ട് ഒഴിക്കും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇത് നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്കിരിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിനകത്ത് മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഇപ്പോൾ കടുക് വറുത്തിട്ടുള്ള കടുകും നല്ലെണ്ണയും മാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അപ്പം നാളെ സദ്യയ്ക്ക് തൂശിനിലയുടെ തുമ്പത്ത് വിളമ്പാൻ വേണ്ടി നമ്മുടെ നാരങ്ങക്കറിയും മാങ്ങക്കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉത്രാടപ്പാച്ചിലാണെന്നറിയാം. നമ്മളുടെ വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്